Even
പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ മറ്റ് യൂണിയനുകൾക്ക് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു യൂണിയനാണ് കണിച്ചുകുളങ്ങര SNDP യൂണിയൻ എന്ന കാര്യത്തിൽ എതിരാളികൾക്ക് പോലും രണ്ടു പക്ഷമുണ്ടാവും എന്ന് തോന്നുന്നില്ല. ഒരു കൈ അകലത്തിൽ അണിനിരക്കുവാൻ തിരുവാതിരമാർക്ക് നിർദ്ദേശങ്ങളും എന്റെ ചതയദിന ആഘോഷങ്ങൾ ആരംഭ മാതൃഭൂമി പോലുള്ള ചാനലുകൾ ചതയദിന ആഘോഷം ഈ തിരുവാതിരയ്ക്കായി നില ഉറപ്പിക്കേണ്ട നമ്മുടെ ഈ തിരുവാതിര പ്രൗഢഗംഭീരം इस कार्यक्रम में अपने आप को पा करके मैं प्रसन्नता का अनुभव कर रही हूँ। भारत सरकार के मंत्री के रूप में भारत के महान सांस्कृतिक एवं आध्यात्मिक स्तंभ के प्रति प्रतिबद्धता व्यक्त करती हूँ। आध्यात्मिक इस महान संस्कृति एवं आध्यात्मिक स्तंभ के प्रति प्रतिबद्धता व्यक्त करती हूँ। आज केरल के इस राज्य के अद्वितीय सन्यासी श्री नारायण गुरुदेव महाराज की जन्म शती है, जिन्होंने इस राज्य में समाज सुधार का बहुत बड़ा काम किया है। ഇങ്ങനെ കേരള സംസ്കാരത്തിനൊത്ത നമ്മുടെ പൈതൃകത്തിൻ്റെ ഒരു സംസ്കാരം ഗുരു ജയന്തിയിൽ അവതരിപ്പിക്കുവാൻ തയ്യാറായ ഇതിൻ്റെ യൂണിയൻ തല നേതാക്കന്മാരോടും അതിനോട് പിൻബലം കൊടുത്ത എല്ലാ പോഷക സംഘടനകളോടും എല്ലാം എനിക്കുള്ള അഭിനന്ദനങ്ങളും അവർക്കുള്ള കഴിവിനെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും ഏറെയാകില്ല. ഇനിയും കൂടുതൽ കരുത്തോടുകൂടി നാം പോകേണ്ട കാലമാണ്. ആ പ്രതിബന്ധങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കി ഇവിടുത്തെ സാമൂഹ്യ നീതിക്ക് വേണ്ടി പടപൊരുവാനുള്ള സജ്ജമാകുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. ആരുടെ അധികാരങ്ങളും അവകാശങ്ങളും പിടിച്ചു പറ്റാറില്ല. അർഹതപ്പെട്ടത് നമുക്ക് ലഭിക്കുവാൻ കാര്യങ്ങൾ നാം പറയുമ്പോൾ നമ്മൾ ജാതി പറഞ്ഞവരാണെന്നും പറഞ്ഞുകൊണ്ട് എന്നും ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാനിത് പറഞ്ഞപ്പോഴാണ് ഉടനെ നിർത്തിയേക്ക. ഞാൻ ഈയിടെ ചില നേതാക്കന്മാരുടെ ജൽപ്പനങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഒരു ഭരണഘടനയുണ്ട്, ഇത് വെച്ച് നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കല്ല, മതിയാക്കാം. ഈ ഭരണഘടനയിൽ ആദ്യമായിട്ട് ഇതിനൊരു ലൈസൻസ് വന്നിട്ടുണ്ട്. SNDP യോഗം ഭരണഘടന അതിൻ്റെ ലൈസൻസ് തന്നത് 1903 അതായത് ഞാൻ ജനിക്കുന്നതിന് എത്രയോ പോലെ എനിക്കിപ്പോൾ 79 വയസ്സ് ഓടിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനാണ്. അപ്പോൾ 113 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉള്ള 1903 മാർച്ച് 28 ഇന്നേ ദിവസം തിരുവനന്തപുരത്ത് എന്നാൽ കൊടുത്തത് തിരുവിതാംകൂർ ദിവാൻ K. കൃഷ്ണസ്വാമി രായർ തന്ന ലൈസൻസ് വെച്ചാണ് SNDP യോഗം പ്രവർത്തിക്കുന്നത്. പല നേതാക്കന്മാർക്കും ഇതറിയില്ല. SNDP യോഗത്തിന് ജാതി പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതിൽ ആ ലൈസൻസ് പറയുന്നത് എന്താണെന്നറിയാമോ? 1963 1-ാം റെഗുലേഷൻ 20-ാം വകുപ്പ് പ്രകാരം കൊടുത്ത ലൈസൻസ് ആർക്ക്? നമുക്ക്. അയ്യപ്പുറം സീതാരണ ധർമ്മ പരിപാലന യോഗം ഈഴവ സമുദായത്തിനെ ലൗകികവും വൈദികവുമായി വിദ്യാഭ്യാസത്തെയും വ്യവസായത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ ഉദ്ദേശ സാധ്യത്തിന് ഉപയുക്തമായോ അതിനെ സംബന്ധിച്ചതോ ഉള്ള മറ്റു കാര്യങ്ങളും ചെയ്യുകയും ചെയ്യിക്കുന്നതിനുമായി ചേർന്നിട്ടുള്ള യോഗമാണ് എന്നും പറഞ്ഞ ഈ ലൈസൻസ്. ഞാനപ്പോൾ ജാതി പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്താർത്ഥം? ഇത് വെച്ച് 113 കൊല്ലം ഭരിച്ചിട്ടും ഇത് മാറ്റാത്ത ഇതേ ലൈസൻസ് പ്രവർത്തിക്കുന്ന ഞാൻ ജാതി പറയാൻ പാടില്ല എന്ന് പറയുന്നത് എന്താർത്ഥം? ഓരോരുത്തരും അവരുടേതായ ആശയം അനുസരിച്ച് ഗുരുവിൻ്റെ ധർമ്മത്തെ സൗകര്യം പോലെ വ്യാഖ്യാനിച്ച് ഈ വ്യാഖ്യാനങ്ങളെല്ലാം ഗുരുവിൻ്റെ ദർശനത്തെ പറ്റിയുള്ളതല്ല. ഓരോ രാഷ്ട്രീയക്കാരും അവരുടെ പ്രത്യയ ശാസ്ത്രം അനുസരിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ദർശനത്തെ വ്യാഖ്യാനിക്കുകയാണ്. യേശുവിനെ പറ്റി വ്യാഖ്യാനിക്കുകയല്ല, നബിയെ പറ്റി വ്യാഖ്യാനിക്കുകയല്ല, ബുദ്ധനെ പറ്റി വ്യാഖ്യാനിക്കുകയല്ല, ഗുരുവിനെ പറ്റിയുള്ള വ്യാഖ്യാനങ്ങളാണ് ഇന്ന് കേരളമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും കുഴപ്പക്കാരൻ ഞാനാണ്, ജാതി പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്? ഇത് വേണ്ടെന്ന് നിങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചാൽ ഈ പുസ്തകം മടക്കി വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോരാ.
ഇത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ എന്നെ 3% വോട്ട് എതിരാളിയേക്ക് കൊടുത്ത് തോപ്പിച്ചുകൊണ്ട് 95% വോട്ട് തന്ന് വീണ്ടും 5 കൊല്ലത്തേക്ക് എന്നെ തിരഞ്ഞെടുത്തത്. ഇതെല്ലാം പലരും പറയാതെയും അറിയാതെയും കഥ കാണാതെയും ആട്ടം കാണുന്ന പലരുണ്ട് ഇവിടെ. മാത്രമല്ല, ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് ഈ ഗുരുവിൻ്റെ ദർശനങ്ങളെല്ലാം ഈഴവ് മാത്രമല്ല കേൾക്കാനല്ല, ഈ സമൂഹത്തെ മൊത്തമാണ് പറഞ്ഞത്. ജാതിഭേദം മതദ്വേഷഭേദമില്ലാതെ സർവരും സോദരത്തെയാണ്. അതുകൊണ്ട് ഈഴവന് മാത്രം സോദരനാണെന്ന് സോദര എന്ന് പറഞ്ഞ് വിളിച്ച് നടക്കാൻ വേണ്ടിയിട്ട് കുറേ കൊല്ലമായില്ല. ഒരു +2 ഹൈസ്കൂൾ കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് താതാ എന്ന് പറഞ്ഞതല്ല ആരും തരമുണ്ട്. 50 കൊല്ലമായില്ലേ ശങ്കറിന് ശേഷം നമുക്ക് എന്ത് കിട്ടി? വിദ്യാഭ്യാസ നീതി കിട്ടിയോ? രാഷ്ട്രീയ നീതി കിട്ടിയോ? സാമ്പത്തിക നീതി കിട്ടിയോ? ഈ കിട്ടാത്ത പല കാര്യങ്ങൾ ചോദിച്ചാൽ ഉടനെ പറയും അവൻ കോഴ മേടിക്കാനാണെന്ന് പറയും. പക്ഷെ മറ്റുള്ളവരെല്ലാം ഇഷ്ടംപോലെ വാരിക്കൊണ്ട് പോകുമ്പോൾ നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ടത് വിദ്യാഭ്യാസം ചെയ്യരുതും ചെയ്യിക്കരുതും എന്നുള്ള ഒരവസ്ഥാവിശേഷം ഏത് ഗവൺമെൻറ് വന്നാലും ഇത് തന്നെ ചെയ്യുന്നത്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇത്രയോ വരാം കൈക്കൂലിയുടെ കേന്ദ്രം ആയി ഭരിച്ച ഒരു ഗവൺമെൻറ് ഈ രാജ്യത്തുണ്ടായിട്ടില്ല. പക്ഷെ അതിൻ്റെ പ്രതിഫലനം വല്ലതും കണ്ടോ? അവിടെ പോയി അവിടെ ജയിച്ചില്ലേ? ജയിച്ചതിൻ്റെ കുറ്റം മുഴുവൻ എൻ്റെ നില വെച്ചാൽ നോക്കുമോ? തോറ്റവരുടെ കയ്യിരിപ്പിൻ്റെ ദോഷം എന്താണെന്ന് ഇവിടെ ആലോചിക്കണ്ടേ? പക്ഷെ ഇതൊന്നും സ്വയം കുറ്റങ്ങൾ ആലോചിക്കാതെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് തോറ്റതിനുള്ള കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ ഗഹനമായി കണ്ടുപിടിക്കുന്നു. മാത്രമല്ല, ഉമ്മൻചാണ്ടി മതപരിവർത്തനത്തിൽ വരെ നെയ്യാറ്റിൻകരയിൽ ജയിച്ചത് എങ്ങനെയാണ്? മതപരിവർത്തനം രണ്ടാമത്തെ അവിടുത്തെ നാടാർ സമുദായത്തിന് ഇഷ്ടപ്പെട്ട അച്ഛന്മാർക്ക് അധികാരം കൊടുത്തു. അതോടുകൂടി ഹിന്ദു നാടാറെല്ലാം കൺവേർട്ട് ചെയ്ത് ഇപ്പൊ 10% പോലും നെയ്യാറ്റിൻകര ഹിന്ദു നാടാറില്ല. അതുണ്ടായിട്ട് ഇവിടെ ഇടതുകാരും വലതുകാരും ഒരക്ഷരം പറഞ്ഞില്ല. ഇങ്ങനെ ഒരു ലൈസൻസ് അവകാശം അവിടുത്തെ അച്ഛന്മാർക്ക് മതപരിവർത്തനത്തിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുവാനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുക ഉള്ള അധികാരം കൊടുത്തതിൻ്റെ കാര്യം ഈ രാജ്യത്ത് ആരെങ്കിലും വേണ്ടിയോ? ഒരക്ഷരം വേണ്ടിയില്ലല്ലോ. ഇതാണ് ശക്തിയുള്ളവരെല്ലാം ഉള്ളവർ, ശക്തിഹീനർ സർവഹീനർ, ശക്തരാകാൻ നാം സംഘടിക്കുവാൻ. ഇതാണ് നമുക്ക് ഇല്ലാതെ പോയത്. ആ ഇല്ലാതെ പോയതൊന്ന് നമ്മൾ തിരിച്ചെടുക്കണം. മാത്രമല്ല, നമുക്ക് കിട്ടിയതെല്ലാം എങ്ങനെ കിട്ടിയതാണ്? ജാതിയുടെ പേരിൽ നീതി നഷ്ടപ്പെട്ടപ്പോൾ ജാതീയപരമായാണ് സംഘടിച്ചത്. അങ്ങനെ സംഘടിച്ചാണ് ക്ഷേത്രപ്രവേശനത്തിനായാലും നിവർത്തന പ്രക്ഷോഭണത്തിനായാലും എല്ലാം സമരം ചെയ്ത് വാങ്ങിയതാണ്. ഇതെല്ലാം കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ TK മാധവൻ നടന്നതും ഇതെല്ലാം പഴയകാല ചരിത്രം പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. പ്രിയമുള്ളവരെ, ഒറ്റക്കാരനും ശക്തിയുള്ളവരെല്ലാം ഉള്ളവർ എന്ന് പറയുന്നതോടൊപ്പം പണ്ട് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ട്, അധികാരത്തിൽ ജാതി മാറി ഭരിച്ചാൽ പോരാ, പാർട്ടി മാറി ഭരിച്ചാൽ പോരാ, ജാതി മാറി ഭരിക്കണം എന്ന് പറഞ്ഞില്ലേ ഇവിടെ? മാത്രമല്ല, അദ്ദേഹം വേറൊന്നും പറഞ്ഞു. ഇവിടെ അഞ്ചൽ ശിവായിക്കുണ്ട് അരക്കഴഞ്ച് അധികാരം. അതായത് അധികാരത്തിലുള്ള പങ്കാളിത്തം ഇവിടുത്തെ പിന്നോക്കക്കാരനും മതസ്ഥിതനും പട്ടികജാതിക്കാരനും വേണ്ടത്ര ഇല്ല എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സഹോദരനെയും പറഞ്ഞു. ഇതെല്ലാം ഞാൻ ശക്തമായി പറയുമ്പോൾ ഞാൻ ജാതി പറയും. അത് ആർക്കും സംശയം വേണ്ട. എന്നെ ഈ ഭരണഘടനയെ പ്രകാരം എന്നെ ഏൽപ്പിച്ചെടുത്തോളം കാലം ഈഴവനെന്ന് തന്നെ ഞാൻ പറയും. ഈഴവത്തി പറ്റ ഈഴവനാണെന്ന് പറയുന്നതിന് ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് ഡോക്ടർ പട്ടു പറഞ്ഞത്. ആ കീഴ്വഴക്കവും നമുക്കൊരു അഭിമാനബോധവും നമുക്ക് വേണ്ടേ? ഒരു നായരെ പറ്റിയോ അതോടൊപ്പം ക്രിസ്ത്യാനിയെ പറ്റിയോ ഒരു മുസ്ലിമിനെ പറ്റിയോ ഈ രാഷ്ട്രീയക്കാർക്ക് ഒരു തർക്കമില്ല, വഴക്കമില്ല ഒരു ജാതി പറഞ്ഞാൽ. പക്ഷേ ഈഴവൻ ജാതി പറഞ്ഞാൽ എല്ലാ പക്ഷിക്കും ചിലക്കാം, വശകന് മാത്രം ചിലക്കാൻ പാടില്ല, ഈഴവന് മാത്രം ജാതി പറയാൻ പാടില്ല എന്ന് പറയുന്നവർ തന്നെ നോക്കൂ. ഏത് ജാതിപ്പെട്ടവരാണ് അവർ കല്യാണം കഴിച്ചപ്പോഴും ആലോചിച്ചാണ് കല്യാണം കഴിച്ചെങ്കിൽ സ്വജാതി എന്നാണ്. ജാതി മാറാനൊക്കത്തില്ല, മതം മാറാം. ഞാനൊരു ഈഴവനാണ്, എനിക്ക് നാളെ മാറി ഒരു നായരായി കളയാം, അതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് കണക്കാക്കി ഒന്ന് പ്രഭാമധുവിൻ്റെ ജാതിയിലേക്ക് ഒന്ന് ചെല്ലാൻ കയറ്റുവാന് ആ നിയമമില്ല.
അതും പോട്ടെ, ഒരു പുലയനായിക്കാൻ ഒരവകാശം കിട്ടുമെന്ന് പറഞ്ഞാൽ ചെയ്യാനൊക്കത്തില്ല, ജയിലിൽ പോവും. അതേസമയത്ത് മതം മാറാം, എനിക്ക് ക്രിസ്തുമതത്തിൽ പോകാം, ബുദ്ധമതത്തിൽ പോകാം, അങ്ങനെ പലതിലും പോകാം. പക്ഷെ ജാതി മാറാൻ സാധിക്കില്ല. അത് നിയമപ്രകാരം ഇവിടെ നിലനിൽക്കുമ്പോൾ എല്ലാവരും ജാതി പറയണം, നായരും പറയണം, നമ്പൂതിരിയും പറയണം, പുലയരും പറയണം, പറയരും പറയണം, എല്ലാവരും പറയണം. പക്ഷെ ആ ജാതീയപരമായി സംഘടിച്ചുകൊണ്ട് അവരവർക്ക് അർഹതപ്പെട്ട ജനസംഖ്യ ആനുപാതികമായി ഓരോരുത്തർക്കും കിട്ടേണ്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങണം. അതാണ് ഗുരു. സംഘടിച്ച് ശക്തരാകാൻ, വിദ്യ കൊണ്ട് പ്രവൃത്തരാകാൻ, കൃഷി വ്യവസായത്തിൽ സമൃദ്ധരാകാൻ. വർത്തമാന കാലത്ത് ഈ 3 മുദ്രാവാക്യങ്ങൾക്കും വളരെ പ്രസക്തിയുള്ള മുദ്രാവാക്യങ്ങളാണ്. ഈ മുദ്രാവാക്യങ്ങളാണ് ഈ ഗുരുജയന്തി ആഘോഷിക്കുന്ന, ആചരിക്കുന്ന ഈ സമയത്ത് ഗുരുവിനോടുള്ള പ്രതിബദ്ധതയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ഈ മുദ്രാവാക്യങ്ങളെല്ലാം ഹൃദയത്തോട് നേർന്നുകൊണ്ട് 365 ദിവസവും അത് ഹൃദയത്തിൽ പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുവാനുള്ള ഇച്ഛാശക്തിയും പ്രതിജ്ഞയും ഈ 161ാമത് ഗുരുദേവ ജയന്തി ആഘോഷിക്കുമ്പോൾ, ആചരിക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാകണമേ എന്ന അപേക്ഷയോടും കൂടി ഞാൻ നിർത്തുന്നു.